നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ കട്ട് വർക്ക് ബോർഡർ ആണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ ക്രഷ് സിൽക്കാണ്, സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. നല്ല എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. നല്ല കളർ പാലറ്റിലുമാണ് സാരി വന്നിരിക്കുന്നത്. മോവ് ടോൺ ആണ്. മോവില് ഒരു ബോട്ടിൽ ഗ്രീൻ, റെഡ് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ മോവ്, ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് പാറ്റേണും വരുന്നത്. ഫുൾ ബോഡിയിലും ആ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലായിരിക്കും വരുന്നത്. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരിക. ഇന്ന പോർഷൻ, ആ സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അപ്പറും ലോവറും വരുന്നത് ആ ഒരു കട്ട് വർക്കിൽ തന്നെയായിരിക്കും വരുന്നത്. നല്ല കളറിലുമാണ്, ഒരു ഡാർക്ക് മൗ ടോണിലാണ് സാരി. ഇതായിരിക്കും ആ ഒരു കട്ട് വർക്കിന്റെ ഡീറ്റെയിലും ആ ഒരു സാരിയുടെ ടെക്സ്ചറും കണ്ടോ, ക്രഷ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. ആ ഒരു ക്രംബിൾ ഫീലാണ് സാരി വരുന്നത്. നല്ല എലഗൻ പാർട്ടി വെയർ സാരിയാണ്. ഇതാണ് ആ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണുള്ള കട്ട് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇങ്ങനെ വരും. അത് കഴിഞ്ഞ് ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ തന്നെയായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു മൾട്ടി കളറിലാണ് ഫുൾ ബോഡിയിലും വരുന്നത്. മുന്താണി വരുമ്പോൾ ആ ഒരു കോർണറിലും രണ്ട് കോർണറിലും ഈ ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. കട്ട് വർക്ക് പാറ്റേൺ വരുന്നുണ്ട്. അത് സെൻറ്ററിൽ വരുമ്പം ബോഡിയിൽ വരുന്ന അതേ ആ ഒരു ഹാഫ് സർക്കിളിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇതാണ് പല്ലു വരുന്നത്. ബ്ലൗസ് കാണിക്കാം. സെയിം സ്റ്റൈലിൽ തന്നെ ബ്ലൗസിന്റെ സ്ലീവിലും അതേ ആ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിലുള്ള കട്ട് വർക്കിലായിരിക്കും വരുന്നത്. സോഫ്റ്റ് ക്രഷ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് പറയുന്നത്. നെക്സ്റ്റ് കളർ ഒരു ഐവറി ബേജ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഒരു ലൈറ്റ് ബേജും ഐവറിയും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ ഹാഫ് സർക്കിൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും രണ്ട് സൈഡിൽ ബോർഡർ വരുന്നത്. ഇതായിരിക്കും വരിക. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ക്ലോസറിൽ ഈ ഒരു ലുക്കാണ് വരുന്നത് സാരിക്ക്. പല്ലു, മുന്താണി വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് ഒരു കട്ട് വർക്ക് ബോർഡർ വരുന്നത്. ക്രഷ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. റണ്ണിങ് ബ്ലൗസ്, ബ്ലൗസിന്റെ സ്ലീവിൽ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും, സ്ലീവിൽ അതേ ആ ഒരു കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും ആ ഒരു വർക്ക് വരുന്നത്. സെയിം ഫാബ്രിക്, സെയിം പാറ്റേൺ തന്നെ. കളർ പറയുകയാണെങ്കിൽ നല്ലൊരു ലാവൻഡർ ബ്ലെൻഡഡ് പേർപ്പിൾ ആണ്. പേർപ്പിളും ഒരു ഡാർക്ക് ലാവൻഡറും കൂടിയുള്ള നല്ലൊരു ഷെയ്ഡിലാണ് സാരി വന്നിരിക്കുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ ബോട്ടിൽ ഗ്രീൻ, റെഡ്, മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ കട്ട് വർക്ക് വരിക. ഇതായിരിക്കും ഒരു വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ലാവൻഡർ ടോണിൽ തന്നെ ആയിരിക്കും. സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ, മുന്താണി ഈ ഒരു പാറ്റേണിലാണ് പല്ലു വരുന്നത്. ബ്ലൗസും എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ അതേ ആ ഒരു കട്ട് വർക്ക് ബോർഡറിൽ തന്നെ ആയിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിൽ അതേ പാറ്റേൺ വരുന്നുണ്ട്. അതല്ല, ഇത് മൾട്ടി കളർ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യാം. ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു ബ്രൈറ്റ് ചില്ലി റെഡും വരുന്നുണ്ട് സാരിയുടെ കൂടെ. അടുത്ത സാരി ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ മെറൂണും വന്നിട്ടുണ്ട്, ഓറഞ്ചും വന്നിട്ടുണ്ട്. മെറൂണിഷ് ഓറഞ്ച് ആണ്. നമ്മൾ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ മെറൂൺ ടോണും, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡുമാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ബോട്ടിൽ ഗ്രീൻ, റെഡ് ആൻഡ് മസ്റ്റേർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ആ ഒരു കട്ട് വർക്ക് വരുന്നത്. സെയിം പാറ്റേൺ വിത്ത് സ്കാലപ്പ് ബോർഡർ, മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസും വരുന്നത്. എല്ലാ സാരിക്കും ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു കട്ട് വർക്ക് പാറ്റേൺസ് വരുന്നുണ്ട്. ഈ ഒരു മോട്ടീഫ് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. അതല്ല, കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലുക്ക് ആയിരിക്കും സാരിക്ക്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നമുക്ക് ഹൽദി ഫംഗ്ഷനിൽ വളരെ ആപ്റ്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ല എലഗൻ പാർട്ടി വെയർ സാരിയാണ്. ഹൽദി യെല്ലോ, ടേമറിക് യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും ആ കോമ്പിനേഷൻ എല്ലാ സാരീസിനും കോമൺ ആയിട്ട് തന്നെ വരുന്നത് കേട്ടോ. ബോട്ടിൽ ഗ്രീൻ, റെഡ്, ആ ഒരു ബേബി പിങ്ക്, മസ്റ്റേർഡ് ആ ഒരു ടോണിലാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിൽ കട്ട് വർക്ക് പാറ്റേൺ തന്നെ ആയിരിക്കും വരുന്ന സാരി. മുന്താണി സെയിം സ്റ്റൈൽ, ബ്ലൗസ്. നെക്സ്റ്റ് കളർ മിഡ് നൈറ്റ് ബ്ലൂ, നേവി ബ്ലൂ ബ്ലെൻഡഡ് മിഡ് നൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ കട്ട് വർക്ക് പാറ്റേൺ, ഒരു ക്രഷ് ഫീലിൽ തന്നെയാണ് എല്ലാ സാരീസും വരുന്നത്. ക്ലോസറിൽ ആ ഒരു വർക്ക് ഈ ഒരു പാറ്റേൺ ആണ് കട്ട് വർക്ക് വരുന്നത്. ഒരു മിഡ് നൈറ്റ് ബ്ലൂയിലും ബോട്ടിൽ ഗ്രീൻ ഒരു ജാൽ പാറ്റേണും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് ഒരു റെഡ്, പിങ്ക് ആൻഡ് മസ്റ്റേർഡ് ടോണിലായിരിക്കും വരിക. റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ കോപ്പർ ബ്ലെൻഡഡ് മൗ ടോൺ ആണ്. കോപ്പർ ടോണും വന്നിട്ടുണ്ട്, മൗ ഷെയ്ഡും വന്നിട്ടുണ്ട് സാരിയിൽ. സെയിം സ്റ്റൈൽ ഹാഫ് സർക്കിൾ പാറ്റേണിൽ കട്ട് വർക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതിൻ്റെയും കളർ പാലറ്റ് സെയിം തന്നെയാണ്. ബോട്ടിൽ ഗ്രീൻ, റെഡ്, മസ്റ്റേർഡ് ആ ഒരു കോമ്പിനേഷൻ ഫ്ലോറൽ ഡിസൈൻസ് ഈ ഒരു സ്റ്റൈലായിരിക്കും. ഒരു കോർണറിലായിരിക്കും സാരിയുടെ മുന്താണിയിലെ എല്ലാ സാരീസിനും ഒരു വർക്ക് വരുന്നത്. കട്ട് വർക്ക് ഡിസൈൻസ് വരുന്നുണ്ട്. മിഡിൽ പോർഷനിൽ വരുമ്പോൾ ഒരു ഹാഫ് സർക്കിൾ പാറ്റേണിൽ തന്നെ ആയിരിക്കും വരുന്നത്. സെയിം സ്റ്റൈൽ ബ്ലൗസ്. ഈ ഒരു പാറ്റേണിലാണ് എല്ലാ സാരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരിയാണ്. ഗ്ലാസ് ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. അതിൽ ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കാണ് ഒരു ഹാഫ് പോർഷനിൽ വരിക. മുകൾ ഭാഗം വരുമ്പോൾ പ്ലെയിൻ ആയിരിക്കും സാരിക്ക്. ഈ ഒരു പാറ്റേണിലാണ് സാരി വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ആ ഒരു
എംബ്രോയിഡറി വർക്ക് വരുന്നത്. ത്രെഡ് വർക്കിലാണ് സാരി വരുന്നത് കേട്ടോ. ഇതായിരിക്കും പാറ്റേൺ. ഒരു ഫ്ലോറൽ വർക്കും ഒരു ഐവറിയിൽ ബ്ലാക്കിലാണ് വർക്ക് വരുന്നത്. ഒരു ലാവൻഡർ പിങ്കിലായിരിക്കും ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ആ ഒരു ഐവറി ക്രീമിൽ തന്നെ ആയിരിക്കും ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത്. എഡ്ജിൽ നമ്മൾ പ്ലീറ്റ്സും എല്ലാം വരുമ്പോഴും സെയിം സ്റ്റൈലിൽ തന്നെ ഇതേ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. എന്താണ് ബ്ലൗസ് വരുന്നത്? പ്ലെയിൻ ബ്ലൗസ്. ലാസ്റ്റ് സാരിയാണ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെ, ഗ്ലാസ് ഓർഗൻസ് തന്നെ, പേൾ ക്രീമാണ് സാരിയുടെ കളർ വരുന്നത്. ആ ഒരു ബ്ലാക്കിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസിന്റെ കളർ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതിൽ വരുമ്പം അക്വാ ഗ്രീൻ ആണ്. ടീൽ ഗ്രീനും അക്വാ ഗ്രീനും ഉള്ള കോമ്പിനേഷനിലാണ് ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. ബാക്കി എല്ലാം സെയിം തന്നെ. ബോഡിയിൽ ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരിക വിത്ത് ക്രോഷ്യോ ലേസ് വർക്ക്, പല്ലു വിത്ത് പ്ലെയിൻ ബ്ലൗസ്.